ഇദ്ദേഹത്തിന് ഒരു ആക്സിഡന്റ് ഉണ്ടായി. അതിനെ തുടർന്ന് ഇദ്ദേഹത്തിന്റെ കാലുകളുടെ എന്താ സംഭവിച്ചേ? കാലിന്റെ മുട്ടിനകത്തുള്ള ഒരു എല്ലിന് പൊട്ടലുണ്ടായി. അത് 3 വർഷം ചികിത്സിച്ചിട്ടും മാറ്റം ഉണ്ടായില്ല. അങ്ങനെയല്ലേ? 3 വർഷം ചികിത്സിച്ച്. ബ്രദർ ഒന്ന് പറയാവോ? 3 വർഷമായിട്ട് എൻ്റെ കാലിൻ്റെ മുട്ടിന് വേദന കൊണ്ട് സഹിക്ക വയ്യാതെ ഞാൻ കോട്ടയം മെഡിക്കൽ കോളേജിലെ 2 പ്രാവശ്യമായിട്ട് 6 മാസത്തോളം കിടന്നു. അതിനുശേഷം അവിടുന്ന് ഡിസ്ചാർജ് ചെയ്ത് വീട്ടിൽ വന്നു. വീട്ടിൽ വന്നതിന് ശേഷം വീണ്ടും ഞാൻ പത്തനംതിട്ടയിൽ ഒരു ചെറിയൊരു ജോലിക്ക് വേണ്ടി പോയി. അവിടെ വെച്ച് വീണ്ടും കാലിന് വേദന കൂടി പത്തനംതിട്ട ജില്ലാ ആശുപത്രിയിലെ 3.5 മാസം അവിടെ കിടന്നു. കാല് മുറിച്ച് കളയണമെന്ന് ഡോക്ടർ, അവിടുത്തെ അസ്ഥിരോഗ വിദഗ്ധൻ ഡോക്ടർ ബോബൻ സാർ പറഞ്ഞു. കാലിൻ്റെ മുട്ടിന് വെച്ച് മുറിച്ച് കളയണമെന്ന് പറഞ്ഞു. പക്ഷേ ഓപ്പറേഷൻ ചെയ്തു. അവിടെ 3.5 മാസം കഴിഞ്ഞു. വീണ്ടും അവിടെ കിടക്കാനുള്ള ബുദ്ധിമുട്ട് കൊണ്ടും സാമ്പത്തികമായ സ്ഥിതി മോശമായിരുന്നത് കൊണ്ടും ഞങ്ങൾ അവിടുന്ന് ഡിസ്ചാർജ് വാങ്ങി വീട്ടിലേക്ക് പോരുകയായിരുന്നു. അതിനുശേഷം ഞങ്ങൾക്ക് 12 വർഷമായി വിവാഹം കഴിച്ചിട്ട് മക്കളില്ലായിരുന്നു. ഒത്തിരി ചികിത്സകളൊക്കെ ചെയ്തു. പുനലൂർ ഗവൺമെൻറ് ആശുപത്രിയിലെ പുനലൂർ ദീൻ ഹോസ്പിറ്റലിലൊക്കെ ചികിത്സകൾ ചെയ്തു. ഒത്തിരി രൂപ മുടക്കി. പക്ഷേ ഫലമൊന്നും ഉണ്ടായില്ല. അങ്ങനെ ഇരിക്കുമ്പോഴേ ഈ നവംബർ 22 23 ആണെന്ന് എനിക്ക് തോന്നുന്നു, പുനലൂർ രാജരോഹിണി ഹാളിൽ വെച്ച് ദൈവവചനം പ്രസംഗിക്കുന്ന ആ ഒരു സന്ദർഭത്തിൽ ഞാൻ അവിടെ കടന്നു ചെല്ലുവാനും അവിടെ വെച്ച് ബ്രദറെ പലരെയും വിരൽ ചൂണ്ടിക്കൊണ്ട് എഴുന്നേൽപ്പിച്ച് നിർത്തി, നിൻ്റെ പ്രശ്നം ഇന്നതല്ലേ, നിന്നോട് ദൈവം സംസാരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഓരോരുത്തരെയും വിളിക്കുമ്പോഴേ എൻ്റെ മനസ്സിൽ എനിക്ക് തോന്നിയത്, ഞാൻ തുറന്നു വരികയാണ്. അഞ്ചലിലെ കൂട്ടായ്മയിൽ വെച്ച് ബ്രദറും ടീമും കൂടി സംഘടിപ്പിച്ച് കൊണ്ടുവന്ന് ഓരോരുത്തരെ ഓരോ മൂലക്കിരുത്തിയിട്ട് അവരെ കൊണ്ട് വിളിച്ച് പറയിപ്പിക്കുന്നതാണെന്ന് ഞാൻ വിഡ്ഢിയായ ഞാൻ അങ്ങനെ ചിന്തിച്ചു പോയിരുന്നു. എന്നാൽ ഏതാനും നിമിഷങ്ങൾക്കകം ബ്രദറിൻ്റെ കൈകൾ, ആ വിരലുകൾ എൻ്റെ നേരെ ചൂണ്ടിക്കൊണ്ട് എഴുന്നേൽക്കുവാൻ പറഞ്ഞു, കടന്നു വരുവാൻ പറഞ്ഞു. ഞാൻ ഫ്രണ്ടിലേക്ക് കടന്നു വന്നു. എൻ്റെ കാലിൻ്റെ അവസ്ഥ എനിക്ക് ബോധ്യപ്പെടുത്തി തന്നു. എന്നിട്ട് അദ്ദേഹം എന്നോട്, എങ്ങനെയുണ്ട് നിനക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞു. ബ്രദർ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. എങ്ങനെയുണ്ട്, വേദന എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു. വേദനയ്ക്ക് കുറവുണ്ടായിരുന്നു. തുള്ളിച്ചാടാൻ പറഞ്ഞു. ഞാൻ അവിടെ തുള്ളിച്ചാടി. ഓടി നടക്കുവാൻ പറഞ്ഞു. ആ രാജരോഹിണി ഹാളിൽ ഞാൻ ഓടി നടന്നു. എൻ്റെ കാലുകൾക്ക് അന്ന് ബാൻഡേജ് കുട്ടിയാണ് വന്നത്. ബ്രദർ പറഞ്ഞനുസരിച്ച് ഞാൻ അവിടുന്ന് ബാൻഡേജ് അഴിച്ചു മാറ്റി അങ്ങനെ ഓടിച്ചാടി നടക്കുകയായിരുന്നു. ഈ ബ്രദർ എഴുന്നേക്കാവോ? പുറത്തോട്ട് വരാവോ? ഈ വലത്തെ കാലിന്റെ മുകൾ വശത്ത് എന്തെങ്കിലും പ്രയാസമുണ്ടോ? വേദനയുണ്ട്. എത്ര നാളായിട്ട് വേദനയുണ്ട്? ഈ ബ്രദർ പറയുന്നത് ഒരു ഓപ്പറേഷൻ തൻ്റെ കാലിനുണ്ടായിരുന്നു. ഓപ്പറേഷൻ കഴിഞ്ഞതിന് ശേഷം ശരിയായില്ല. ഇപ്പോഴും ബാൻഡേജ് ഇട്ടിട്ടുണ്ട് നടക്കുന്നത്. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. എന്തായിരുന്നു ഓപ്പറേഷൻ ബ്രദറെ? കാലിന് പൊട്ടലുണ്ടായിരുന്നു. അതുകൊണ്ട് വേദനയാണ്. ഇപ്പൊ ബാൻഡേജ് ഇട്ടിട്ടും വേദനയുണ്ടോ? ഇപ്പൊ നടന്നു നോക്കിയേ, വേദനയുണ്ടെന്ന് നോക്കിയേ. വേദനയുണ്ട്. വാ, ഇരുന്നിട്ട് ബാൻഡേജ് അഴിക്ക്. നിങ്ങൾ എത്ര പേര് വിശ്വസിക്കുന്ന ദൈവം പൂർണ്ണമായിട്ട് സൗഖ്യമാകാൻ പോവാന്ന്? ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് നടന്നില്ല, പക്ഷെ എൻ്റെ യേശു തൊട്ടാൽ സൗഖ്യമാകും. ആമേൻ. കണ്ണടച്ച് നോക്ക്, ഒരു അത്ഭുതം നടക്കുക കേട്ടോ ബ്രദറെ. ആ പൊട്ടലുള്ള സ്ഥലത്ത് ദൈവശക്തി വ്യാപരിക്കുന്നതിനായി നന്ദി. ആ പൊട്ടലുള്ള സ്ഥലത്ത് ദൈവശക്തി വ്യാപരിക്കുന്നതിനായി നന്ദി. എഴുന്നേറ്റ് ബ്രദറെ. ഒരു അത്ഭുതം നടന്നു കഴിഞ്ഞു. കാലൊന്ന് അമർത്തി ചവിട്ടിക്ക്. വാ, ഒന്ന് തുള്ളിച്ചാടിക്കേ. ഹല്ലേലൂയ. വേദനയുണ്ടോ? ഇല്ല. വേദനയില്ല. കൈകളടിച്ച് കർത്താവിനെ സ്തുതിച്ച് ഹല്ലേലൂയ. പോയി. ഒന്ന് നടന്നേ, വേദന വരുന്നു നോക്കിയേ. ശലകര സന്ധലബ പോയി. ഒന്ന് അതുവരെ നോടിക്കേ, ഒന്ന് കാണട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ രാജാവിനെ, ഹല്ലേലൂയ ദൈവത്തിനെ, ഹല്ലേലൂയ കർത്താവിനെ, ഹല്ലേലൂയ യേശുവിനെ. വേദന പോയി. കിടക്കുമ്പോ മുടന്തിയാ നടന്നത്. നിങ്ങൾ നേരത്തെ കണ്ടില്ലേ? എത്ര പേര് കണ്ടു മുടന്തിയാ നടന്നതെന്ന്? മുടന്തു മാറി യേശു സൗഖ്യമാക്കി. 3 വർഷത്തിന് മേലായിട്ട് കാലുറച്ച് ചവിട്ടാൻ ഒക്കത്തില്ല. ഒരു ഓപ്പറേഷൻ കഴിഞ്ഞു. എവിടെയായിരുന്നു ഓപ്പറേഷൻ ചെയ്തേ? കോട്ടയം മെഡിക്കൽ കോളേജിൽ. കോട്ടയം മെഡിക്കൽ കോളേജിൽ ഒരു ഓപ്പറേഷൻ കഴിഞ്ഞു. എന്നിട്ടും ഉറച്ചു ചവിട്ടാൻ പറ്റിയില്ല. അത് കഴിഞ്ഞ് വീട്ടിൽ വന്നിട്ട് ഒരു 3 മാസം കഴിഞ്ഞപ്പം വീണ്ടും
പഴുത്തിട്ട് നടക്കാൻ വയ്യാതെ ഒത്തിരി നീര് വെച്ചായിരുന്നു. പിന്നെ പത്തനംതിട്ട ജില്ലാ ഹോസ്പിറ്റലിൽ ഒരു 3 മാസം അവിടെ കിടന്നു. 3 മാസം കിടന്നു, എന്നിട്ടും ശരിയായില്ല. അപ്പോൾ 3 മാസം അവിടെ കിടന്നിട്ട് ശരിയായില്ല. ഹല്ലേലൂയ. എന്നാൽ നോക്കിയേ, ഒരു നിമിഷം കൊണ്ട് എന്റെ യേശു ശരിയാക്കി. ഹല്ലേലൂയ, ഹല്ലേലൂയ. നോക്ക, ഞാൻ നിങ്ങളോട് പറയും, ഇവിടെ ഒരു അത്ഭുതം നടക്കുമ്പോൾ ഈ ഹോളിനകത്ത്, നിങ്ങളുടെ വീട്ടിനകത്ത് വലിയ ദൈവപ്രവൃത്തിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. വിശ്വസിക്കുന്നവരുടെ വീട്ടിനകത്ത് ചിലത് നടക്കുക. വിശ്വസിക്കുന്നവരുടെ വീട്ടിനകത്ത് ചിലത് നടക്കുക. വിശ്വസിച്ചോ, ആരാധിച്ചോ, ദൈവം ചെയ്യുക. കർത്താവേ, യേശു ക്രിസ്തുവിൻ നാമത്തിൽ ഇദ്ദേഹത്തെ അനുഗ്രഹിക്കുന്നപ്പ. അതിനുശേഷം ഞാൻ വീട്ടിൽ ചെന്നു. എൻ്റെ ഭാര്യയോട് പറഞ്ഞു, ബ്രദറിൻ്റെ ആ പ്രസംഗത്തിൽ എനിക്കൊരു വചനമാണ് എന്നെ സ്പർശിച്ചത്. യേശു ക്രിസ്തു പറഞ്ഞു, ഉള്ളത് ഞാൻ തരും, ഇല്ലാത്തത് ഞാൻ നിനക്ക് ഉളവാക്കി തരുമെന്നുള്ള ആ ഒരു ദൈവത്തിൻ്റെ വചനം അത് എൻ്റെ ഹൃദയത്തെ സ്പർശിച്ചു. ഞാൻ എൻ്റെ ഭാര്യയോട് പറഞ്ഞു. ഭാര്യയ്ക്ക് സന്തോഷമായി. പിറ്റേ ദിവസത്തെ ആ ബൈബിൾ ദൈവവചന ശുശ്രൂഷയ്ക്ക് പങ്കെടുക്കുവാൻ എന്നോടൊപ്പം എൻ്റെ ഭാര്യയും വന്നു. അവൾ ഫ്രണ്ടിലെ ഇടഭാഗത്തായിട്ട് വന്നിരുന്നു. ഞാൻ ദൈവത്തോട് കണ്ണുനീരോടെ പ്രാർത്ഥിച്ചു, ദൈവമേ, എന്നെ സ്പർശിച്ചതുപോലെ എൻ്റെ ഭാര്യയെ ഒന്ന് സ്പർശിക്കണമേ, അവൾക്ക് വിശ്വാസം കൊടുക്കണമേ. അവളെ ഒരു യേശുവിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തി ആയിരുന്നില്ല. മാനസികമായിട്ട് ഉള്ളിൽ സ്നേഹമുണ്ടെങ്കിലും വിശ്വാസിയായിരുന്നു. ഞാൻ ഉള്ളുരുകിയ കർത്താവിനോട് പ്രാർത്ഥിച്ചു, എൻ്റെ വൈഫിന് യേശുവിൽ വിശ്വസിക്കുവാനുള്ള ശക്തി നൽകണമേ എന്ന് പ്രാർത്ഥിച്ചു. പലരെയും ബ്രദർ എഴുന്നേൽപ്പിച്ച് നിർത്തി അവരുടെ അനുഭവങ്ങളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഞാനും പ്രാർത്ഥിച്ചു, എൻ്റെ ഭാര്യയെ ഒന്ന് എഴുന്നേൽപ്പിക്കണമേ എന്ന്. അടുത്ത നിമിഷം ബ്രദറിൻ്റെ കയ്യിൽ എൻ്റെ ഭാര്യയുടെ നേരെ ചൂണ്ടി എഴുന്നേൽക്കുവാൻ പറഞ്ഞു. ഹല്ലേലൂയ. ഞാൻ ദൈവത്തിന് നന്ദി പറഞ്ഞു. ആ ബ്രദറെ എൻ്റെ വൈഫിനെ ഫ്രണ്ടിലേക്ക് വിളിച്ചിട്ട് ചോദിച്ചു, നീ വർഷങ്ങളായിട്ട് നീ മാനസിക അവസ്ഥയിൽ സമാധാനമില്ലാത്ത അവസ്ഥയിലാണ്, ആത്മഹത്യക്ക് വേണ്ടി നീ ശ്രമിച്ചിട്ടുണ്ട്, നിനക്ക് മക്കളില്ല എന്ന് ദൈവത്തിൻ്റെ ദൂതൻ ഈ ബ്രദറിലൂടെ എൻ്റെ ഭാര്യയോട് സംസാരിച്ചു. യേശുവിന് നിന്നെ ഇന്ന് ഒരു അത്ഭുത വിടുതലിലേക്ക് നടത്താൻ കഴിയും. നിനക്കത് വിശ്വസിക്കാവൂ. ഒന്ന്, നിന്റെ ഏറ്റവും ആദ്യത്തെ പ്രശ്നം സമാധാനമില്ല. അതുകൊണ്ട് ജീവിക്കണമെന്ന് തോന്നുന്നില്ല. അതുപോലെ നിരാശയാ നിനക്ക്. സിസ്റ്റർ അങ്ങ് വന്നേ, പുറത്തോട്ട് വന്നേ. ശരിയാണോ ഞാൻ പറഞ്ഞേ? ആമേൻ. കാല് സൗഖ്യമായ ബ്രദറിന്. ഇദ്ദേഹത്തിന്റെ ഭാര്യയാണ്. വാ. ഇന്നലെ ഇതേ വേദന കംപ്ലീറ്റ് പോയി. നിങ്ങൾ ഓർമ്മിക്കുന്ന ഇദ്ദേഹത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചത് 3 വർഷമായിട്ട്, 3 വർഷങ്ങൾക്ക് മുമ്പ് എന്താ സംഭവിച്ചത്? കാലിനൊരു അപകടം ഉണ്ടായി. കാലിന്റെ മുട്ടിനകത്ത് പൊട്ടലുണ്ടായി. അദ്ദേഹം അന്ന് കോട്ടയം മെഡിക്കൽ കോളേജിൽ കാണിച്ചു, എന്നിട്ട് മാറ്റം ഉണ്ടായില്ല. എന്നിട്ട് പത്തനംതിട്ട മെഡിക്കൽ കോളേജിൽ 3 മാസം കിടന്ന് ചികിത്സിച്ചു. പൈസ ഇല്ലാത്തതുകൊണ്ട് അവിടുന്ന് പോന്നു. എന്നിട്ടും മാറ്റം ഉണ്ടായില്ല. ഇപ്പോൾ ഇന്നലെ പ്രാർത്ഥിച്ചു, ഇദ്ദേഹത്തിന്റെ കാൽ ഇപ്പോഴും ശരിയാ. മുട്ടിനകത്തെ വേദന എന്നേക്കുമായി മാറിപ്പോയി. ആമേൻ. സുവിശേഷമല്ല ചെയ്യണം. ജോൺസൺ, അങ്ങനെയല്ലേ പേര് പറഞ്ഞേ? എന്റെ കൂടെ കൂടണം കേട്ടോ. എനിക്ക് ജോൺസനെ അങ്ങ് ബോധിച്ചു. എന്തായാലും കർത്താവ് അവിടുത്തെ അത്ഭുതകാരത്തിനായി സ്തോത്രം. നോക്ക, നിങ്ങളുടെ വീട്ടിനകത്തുള്ള 2 പേരും വന്നേ. ഭാര്യയും ഭർത്താവുമാണ്. അതെ. എത്ര നാളായി വിവാഹം കഴിഞ്ഞിട്ട്? കുഞ്ഞുങ്ങളുണ്ടോ നിങ്ങൾക്ക്? ചോദിച്ചിന് മറുപടി പറ. കുഞ്ഞുങ്ങളുണ്ടാവോ നിങ്ങൾക്ക്? ഇദ്ദേഹത്തെ നോക്കിയപ്പോ എനിക്ക് അതാ തോന്നുന്നത് കേട്ടോ. ഇദ്ദേഹത്തെ വിളിച്ചത് തന്നെ കർത്താവ് അങ്ങനൊന്ന് ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട്. ഇന്നലെയും കർത്താവ് ഇത് തന്നെയാ ചെയ്തത്. ഇന്നും പകലും ഇവർക്കൊരു കുഞ്ഞിനെ കർത്താവ് കൊടുക്കാൻ പോകുന്നേ. ഇദ്ദേഹത്തെ കണ്ട കുഞ്ഞില്ലാത്ത ആളാന്ന് തോന്നത്തില്ല. പക്ഷെ ഇദ്ദേഹത്തോട് ഞാൻ ചോദിച്ച വാചകം ശ്രദ്ധിച്ചു, നിങ്ങൾക്ക് കുഞ്ഞുങ്ങളുണ്ടോന്നാ ചോദിച്ചേ. നിങ്ങളൊരു ഹല്ലേലൂയ പറഞ്ഞേ. അതിന്റെ അർത്ഥം കർത്താവ് ഇന്ന് പകൽ ഇവർക്ക് ഒരു കുഞ്ഞിനെ കൊടുക്കാൻ പോവോ? ഒന്ന് കൈയടിക്കാത്ത എന്താ? ഹല്ലേലൂയ പറയാത്ത എന്താ? നിങ്ങളുടെ ഭാര്യയുടെ യൂട്രസ് എനിക്ക് കാണാം. അതിന്റെ ഓവുലേഷനുകളിൽ ചില പ്രോബ്ലംസ് ഉണ്ട് എന്ന് പറഞ്ഞ മനസ്സിലായോ ഞാൻ പറഞ്ഞത്? ഓവുലേഷനുകളിൽ പ്രോബ്ലംസ് ഉണ്ട്. എന്നാൽ ആ ഓവുലേഷൻ പ്രോബ്ലം ഇന്നത്തോടു കൂടെ തീരുക. എന്റെ യേശുവിന്റെ അത്ഭുത കരങ്ങൾ നിന്നെ തൊടുക. ഞാൻ പറഞ്ഞൊക്കെ ശരിയാണോ? 12,000 രൂപയുടെ സ്കാനിങ്ങും ഉള്ളു എക്സ്റേ ഒക്കെ എടുത്ത് എല്ലാ പരിശോധനയൊക്കെ ചെയ്താണ്. കൈകളുടെ ഹല്ലേലൂയ പറഞ്ഞേ. ഇദ്ദേഹം പറയുന്നത് പുനലൂരെ ദീൻ ഹോസ്പിറ്റലിൽ എന്ത് ചെയ്തതാണ്?
വണ്ടർഫുൾ ജീസസ്. നിങ്ങൾ എത്ര പേര് വിശ്വസിക്കുന്നു ഇദ്ദേഹത്തിന്റെ ഉദരത്തിൽ ഇന്ന് എന്റെ യേശുവിന്റെ അത്ഭുതകാരം ചെയ്യാൻ പോകും? നമ്മൾ അടുത്ത വർഷത്തെ ഒരു ടെസ്റ്റ് മണി കേൾക്കാൻ പോകുന്നത് എന്റെ യേശു എനിക്കൊരു അത്ഭുത സൗഖ്യം തന്നു, യേശു എനിക്കൊരു കുഞ്ഞിനെ തന്നു എന്നൊരു സാക്ഷ്യമായി കേൾക്കാൻ പോകുന്നത്. ഞാൻ പൂർണ്ണമായിട്ടും യേശുവിൽ വിശ്വസിച്ചു വന്ന് എൻ്റെ ദൈവത്തിന് അസാധ്യമായിട്ട് ഒന്നുമില്ല. ഇല്ലാത്തത് ഉളവാക്കി തരുവാൻ കഴിയുന്ന ദൈവം എൻ്റെ ഭാര്യയിൽ അത്ഭുതം പ്രവർത്തിക്കുമെന്ന് ഞങ്ങൾ ഉറച്ച് വിശ്വസിച്ചു. മാസം 1 കഴിഞ്ഞു. എൻ്റെ ബ്രദറിന്, എൻ്റെ വൈഫിന് സ്ത്രീ സഹജമായിട്ടുള്ള ആ ഡേറ്റ് കഴിഞ്ഞു. ഡേറ്റിന് സംഭവിക്കേണ്ടത് സംഭവിച്ചില്ല. ഞങ്ങൾക്ക് സംശയമായി. ദൈവത്തിൻ്റെ ആത്മാവ് പ്രവർത്തിച്ചു എന്ന് ഞങ്ങൾ വിശ്വസിച്ചു. എങ്കിലും സാമ്പത്തിക ബുദ്ധിമുട്ടായിരുന്നിട്ട് കൂടി 50 രൂപ കൊടുത്ത് മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്യുന്ന ഒരു ഇൻഷുറൻസ് വാങ്ങി ഞങ്ങൾ പോയി ടെസ്റ്റ് ചെയ്തു. അത് പോസിറ്റീവായിരുന്നു. ഹല്ലേലൂയ. നീണ്ട 12 വർഷത്തെ കാത്തിരിപ്പിന് ശേഷം ദൈവത്തിന്റെ ആത്മാവ് ബ്രദറിലൂടെ ഞങ്ങൾക്കൊരു കുഞ്ഞിന് നൽകുവാൻ തിരുമനസ്സായി. ഞാൻ വിചാരിച്ചതുപോലെ നിങ്ങൾ വിചാരിക്കരുത്. എന്നോട് ആരെങ്കിലും പറഞ്ഞിട്ടല്ല ഞാനിത് പറയുന്നത്. എൻ്റെ അനുഭവമാണ്, എൻ്റെ ജീവിത സാക്ഷ്യമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. യേശു ഇന്നും ജീവിക്കുന്നു. 2 ദിവസം മുൻപ് ഞാനും എൻ്റെ ഭാര്യയും കൂടി ഗവൺമെന്റ് ആശുപത്രിയിൽ പോയി ഡോക്ടർ സിന്ധിയെ കണ്ടു, പരിശോധിച്ചു. അടുത്ത ആഴ്ച സ്കാൻ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നു. പൂർണ്ണമായിട്ടും ബെഡ് റെസ്റ്റ് വേണമെന്ന് പറഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് ഭാര്യയെ കൂട്ടിക്കൊണ്ടുവരാൻ സാധിച്ചില്ല. ഇദ്ദേഹത്തെ ഞാൻ ആദ്യം വിളിക്കുമ്പോൾ ഇങ്ങനെയാ പറഞ്ഞു, ഇദ്ദേഹം ഒരു ശുശ്രൂഷകനാകുവാനാണ് വിളിച്ചിട്ടുള്ളത്. ഇപ്പൊ ഉറപ്പാണ് ഇദ്ദേഹം എന്തോ കർത്താവ് കൈ കൊടുത്തിട്ടാണ് വിളിച്ചിട്ടുള്ളത്. അനുഗ്രഹിച്ചു പ്രാർത്ഥിച്ചേ. കർത്താവ് ഈ കുടുംബത്തെ അനുഗ്രഹിക്കുന്നു. ഇദ്ദേഹത്തിന് കൊടുത്ത നല്ല ടാലന്റുകൾക്കായി സ്തോത്രം. 12 വർഷത്തിന് ശേഷം ഇദ്ദേഹത്തിന് കൊടുത്ത കുഞ്ഞിനായി സ്തോത്രം. 3 കൊല്ലം അപകടത്തിലുണ്ടായ പ്രശ്നത്തിൽ നിന്ന് നിന്റെ മകന് കൊടുത്ത സൗഖ്യത്തിനായി സ്തോത്രം.